പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവറിനാഥൻ മിനിസ്ട്രി ഒരുക്കുന്ന കാൽവറി മീറ്റ് എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചനം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അനുഗ്രഹീതമായ, വളരെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ MC ചെറിയാൻ ഇന്ന് രാത്രി നമ്മളോട് കൂടെ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഗാനം ആലപിക്കുന്ന പ്രിയ അക്സാമോളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. കണ്ണുകളടച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, കാൽവറിനാഥൻ മിനിസ്ട്രിയുടെ ഈ കാൽവറി മീറ്റ് പ്രോഗ്രാമിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകുന്നതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിൽ നിന്ന് അനുഗ്രഹീതമായ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണം. വചനം പറഞ്ഞു തരുവാൻ ഇവിടുത്തെ ദാസന് കൃപ നൽകണം. അതുപോലെ തന്നെ ഗാനം ആലപിക്കുന്ന പ്രിയ മകൾക്കായിട്ട് സ്തോത്രം. അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ ആലപിപ്പാൻ എല്ലാ ദൈവകൃപയും നൽകി സഹായിക്കണമേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സാണ് ഇനിയുള്ള ചില ആഴ്ചകളിൽ കർത്താവിൻ്റെ ദാസിൽ നിന്നും നാം കേൾക്കാനായിട്ട് പോകുന്നത്. ക്രിസ്തീയ ജീവിതം വിജയവും പരാജയവും നിറഞ്ഞ ഒരനുഭവമാണ് എന്ന് നമുക്കറിയാം. അനേകരും ആ പരാജയങ്ങളിൽ വീണ് തകർന്നു പോകുമ്പോൾ ന്യൂനപക്ഷം വിജയത്തിലൂടെ വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ആ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ, ഒരു സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അനുഗ്രഹീതമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. പ്രിയ അക്സാറ്റി സന്തോഷ് കൊട്ടാരക്കര പ്രിയ മകൾ ആ ഗാനം ആലപിക്കും. കൈകൊട്ടി പാടിടുവിൻ എന്നാളും യേശുവിനായി എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായൊരു ഗാനം നമുക്ക് കേട്ട് മടങ്ങി വരാം. പ്രിയ മകളെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും.
വാദ്യമേളവും സംഘനൃത്തത്തോടും പാടുവിൻ, ആർത്തു പാടിടുവിൻ. തപ്പിൻ താളവും വാദ്യമേളവും സംഘനൃത്തത്തോടും പാടുവിൻ. രാജാവല്ലോ അവൻ, രാജാവല്ലോ അവൻ, രാജാധിരാജനല്ലോ. ഇനി ലോകം ഭരിച്ചിടാനാഗതനായിടും ദേവാധിദേവനല്ലോ. രാജാവല്ലോ അവൻ, രാജാവല്ലോ അവൻ, രാജാധിരാജനല്ലോ. ഇനി ലോകം ഭരിച്ചിടാനാഗതനായിടും ദേവാധിദേവനല്ലോ. കൈകൊട്ടി പാടിടുവിൻ എന്നാളും യേശുവിനാ, ലോകത്തിൻ പാലകനാ, രക്ഷകനാം നാഥനാ. ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹീതമായൊരു ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. പ്രിയമകളോടുള്ള ഹൃദയംഗമായ നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. പ്രിയമകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ആ വിഷയത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ നാളുകളിൽ അനേക വിഷയങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമുക്ക് പഠിപ്പിച്ചു തരുവാനിടയായി. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയം ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ MC ചെറിയാൻ കൊട്ടാരക്കര അവറുകളെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാൽവറി മിനിസ്ട്രി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് ആരംഭിക്കുന്നതായ, ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ ആരംഭിക്കുന്നതായ ബൈബിൾ ക്ലാസ് തുടർന്ന് ചില ആഴ്ചകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെട്ട് ആശ്രയിക്കുകയാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ക്ലാസ്സിൽ സംബന്ധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപ പ്രാപിച്ച് എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടത് എന്ന് ചിന്തിപ്പാനും ഇടയായിത്തീരണം. ആയതിനു വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ കാൽവറി മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവാത്മാവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകാൽ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഞാൻ തുടർച്ചയായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയം. ഇന്നിൻ്റെ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം വളരെയധികം പരാജയമായി പോയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം ലഭിച്ച് മുൻപോട്ട് വരുവാൻ കൊണ്ടും ഇടയായി തീരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തുടർച്ചയായിട്ട് പഠിക്കുവാനും തുടർമാനമായിട്ട് അവയെ ചിന്തിക്കുവാനും ദൈവാത്മാവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടതായിരിക്കുന്ന കൃപ തരേണ്ടതിനു വേണ്ടി എന്നെ ശ്രവിക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെയും ഒരുക്കത്തോടുകൂടെയും ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ പഠനം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു വേദഭാഗം അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. സർവശക്തനായിരിക്കുന്ന കർത്താവ് ഈ ദൈവത്തിൻ്റെ വചനം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ദാസനിലൂടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വ്യാപ്തിയെക്കുറിച്ച് ആരും അത്രത്തോളം ചിന്തിപ്പാനോ അത്രത്തോളം അതിനെ കൊണ്ടുവരുവാനോ തക്കവണ്ണം ഇടയായി തീർന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമേറിയതായിരിക്കുന്ന ഒരു സംഗതിയാണ്. സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. എന്താണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വാക്യം ഈ വേദഭാഗത്ത് ഉച്ചരിപ്പാൻ തക്കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത്? പാപം പതിയിരിക്കുന്ന ചതിക്കുഴികളെ തിരിച്ചറിയുവാൻ കഴിയേണ്ടത് ഓരോ ഭക്തൻ്റെയും ഓരോ വിശ്വാസിയുടെയും അത്യന്തരപരമായിരിക്കുന്ന ആവശ്യമാണ് എന്നത് ഈ സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതീവ ഭക്തന്മാരായി നടന്നിട്ടുള്ളവരും ഈ ഭൂമിയിൽ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. അത് നമുക്കറിയാം.
നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് നോക്കിയാൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര ഭക്തരായിട്ട് എത്ര വിജയകരമായിരിക്കുന്ന നിലയിൽ നടക്കുന്നു എന്ന് ചിന്തിക്കുന്നവരും അതിനെ പിന്തുടരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരും ഈ ചതിക്കുഴിയിൽ വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന് ആകമാനം വളരെയധികം ഭാരത്തോടെ കഴിയുകയും കണ്ണുനീരിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന നീർച്ചുഴിയിൽ കൂപ്പുകുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ പ്രാരംഭമായി പറയുന്നത്, നിങ്ങൾ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കണം. എങ്ങനെയാണ് ഈ ജ്ഞാനം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് എന്നത് നമ്മൾ ചിന്തിക്കണം. ജ്ഞാനിയായിരിക്കുന്നവൻ നമുക്കറിയാം പലരെയും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അവരെ പിന്തുടരുക എന്നുള്ളതായിരിക്കുന്ന ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം വാഴ്ത്തപ്പെട്ടവനും നിത്യനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക, പിൻഗമിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുകയുള്ളൂ. എന്താണ് ക്രിസ്തീയ ജീവിതം? അത് നമ്മൾ ഓർക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഒപ്പമുള്ളതായിരിക്കുന്ന ജീവിതമാണ്. കർത്താവ് നമുക്ക് മാതൃക കാട്ടിത്തന്നത് അതേ നിലയിൽ നമ്മൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്നത് ചെയ്യരുത്, ഇന്നടത്ത് പോകരുത്, ഇത് നോക്കരുത്, അതിനെ തുടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം തന്നെ ആയിരിക്കാൻ ഇടയായിത്തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. അവയിൽ നിന്ന് ഒന്ന് കണ്ണ് മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നാൽ, മനസ്സ് ഒന്ന് വ്യതിചലിപ്പിക്കുവാൻ ഇടയായിത്തീർന്നാൽ തീർച്ചയായിട്ടും പാപത്തിൻ്റെ ചതിക്കുഴിയിൽ വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. വലിയവനായിരിക്കുന്ന ദൈവം ആദവന്മാരെ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് തോട്ടത്തിലുള്ളായിരിക്കുന്ന സകല വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ മരിക്കും. അത് അവരുടെ ഹൃദയത്തിൽ എഴുതിയിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരേണ്ടതായിരിക്കുന്ന ഒരു വാക്കാണ്. കാരണം അത് കൽപ്പിച്ചതാരാണ്? സർവശക്തനും സർവവല്ലഭനും സർവസൃഷ്ടിയുടെയും ഉടയവനുമായിരിക്കുന്ന യഹോവയായിരിക്കുന്ന ദൈവം തന്നെയാണ് അത് കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ആ കർത്താവിൻ്റെ കൽപ്പന അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഹവ്വായുടെ ഹൃദയത്തിൽ മുളയെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാപത്തിൻ്റെ അധിപനായിരിക്കുന്ന സാത്താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്തെന്ന് നിങ്ങൾക്കറിയാമോ? ചോദിക്കുന്നത്, വാസ്തവമായി ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആ വാസ്തവം എന്നുള്ളതായിരിക്കുന്ന വാക്കിലാണ് ഹവ്വ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഹവ്വായുടെ ആ പ്രത്യേകമായിരിക്കുന്ന ആ വീഴ്ച എന്ത് സംഭവിച്ചു? ആദാമും പങ്കാളിയായി തീരുവാൻ സംഗതിയായി തീർന്നു. അവനും ഹവ്വ ഭക്ഷിച്ചതായിരിക്കുന്ന ഫലം തിന്നു. ആരുടെ വാക്കുകളാൽ? സാത്താൻ്റെ വാക്കുകളാൽ. പാപത്തിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വീഴ്ത്തപ്പെടുവാൻ കൊണ്ട് ഇടയായിത്തീർന്ന ഒരു അവസ്ഥ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിനെ പരാജയപ്പെടുത്തുവാൻ മുൻപോട്ട് വരുന്നവൻ ആരാണ്? ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന സാത്താനാണ്. അവൻ പാപ ഇച്ഛകളെയും പാപപ്രവൃത്തികളെയും മുൻപിൽ കൊണ്ട് നിർത്തുവാൻ കൊണ്ടും ഇടയായിത്തീരും. അത് തീർച്ചയേറിയതായിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പഠനത്തിൽ ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ഇരിക്കണം. ദൈവം എന്തു പറയുന്നു, ദൈവം എന്ത് ചെയ്യുന്നു, ദൈവം എങ്ങനെ നടത്തുന്നു, ദൈവം ഏത് കൽപ്പിക്കുന്നു, അത് തന്നെ നോക്കുന്നവരാകുവാൻ നമുക്ക് ഇടയായിത്തീരണം. നമുക്കറിയാം, ഭക്തന്മാരായി അനേക പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരിൽ അനേകരും തോറ്റ് തുന്നം പാടിയ കഥ നമുക്കറിയാം. ഭക്തന്മാരുടെ വിജയം മാതൃകയും പ്രചോദനവും ആയിരിക്കുന്നത് പോലെ തന്നെ അവരുടെ തോൽവിയും നമുക്കറിയാം സൂക്ഷ്മതയോട് ആവശ്യപ്പെടുന്നതായിരിക്കുന്ന മുന്നറിയിപ്പായിട്ട് തീരേണ്ടതും ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം,
ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ മാതൃകയുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതം വളരെ മാതൃകയുള്ളതായിരിക്കുന്ന ജീവിതമാണ്. അതിനെ അനുഗമിക്കുന്ന അനേകരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമുക്ക് നോക്കാം, 4-5 കാര്യങ്ങൾ അവൻ അനുസരണയോടെ, ഭക്തിയോടെ, ആദരവോടെ മുൻപോട്ട് കൊണ്ടുപോയതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, അപ്പൻ്റെ ആടുകളെ നോക്കുന്നതിലുള്ളതായിരിക്കുന്ന ഉത്സാഹം അവൻ വിട്ടുകളഞ്ഞില്ല. അനുസരണത്തോടെ അവൻ അതിനെ സ്വീകരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ജ്യേഷ്ഠന്മാരോടുള്ളതായിരിക്കുന്ന ബഹുമാനപൂർവമായ സമീപനം അവൻ വിട്ടുകളഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം, ശത്രുവിനോട് പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കുന്ന വാക്ക് അവൻ അനുസരിച്ചു, അതിനായിട്ട് മുൻപോട്ട് ജീവിച്ചു. നാലാമത്തെ കാര്യം, ദൈവാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് മാതൃക കാട്ടിത്തന്ന ഒരു പുരുഷനായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് കാണുന്നത്, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് ദൈവത്താൽ പ്രാപിച്ച സാക്ഷ്യം അവൻ പ്രസ്താവിപ്പാൻ കൊണ്ടവും ഇടയായി തീർന്നു. നമുക്കറിയാം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില പ്രസ്താവനകളും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില നോട്ടങ്ങളും മനുഷ്യനെ ഏറ്റവും അധികം ഉത്തേജിതനാക്കി തീർക്കുവാൻ കൊണ്ടും ഇടയായി തീരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കുകയാണ്. നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ ഏതെല്ലാം വഴികളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 13-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 36 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, നീണ്ടതായിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം. അതിൻ്റെ 22 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ എല്ലാം നമുക്കെടുക്കാനായിട്ട് കഴിയുകയില്ല. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നോക്കുക, ദൈവസന്നിധാനത്തിങ്കൽ ദൈവമക്കളായിരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടാതെ മുൻപോട്ട് പോകണമെങ്കിൽ നല്ലൊരു സാക്ഷ്യം ജീവിതത്തിൽ കൈവരിക്കണം. നമ്മുടെ സാക്ഷ്യം എന്താണ്? മനുഷ്യൻ്റെ മുൻപിൽ നന്നായിട്ട് വേഷം ധരിച്ച് നന്നായിട്ട് പാട്ടുകളൊക്കെ പാടി പ്രാർത്ഥിച്ചും സഹകരിച്ചും ഒക്കെ മുൻപോട്ട് പോകും. പക്ഷേ ഹൃദയത്തെ അറിയുവാൻ ഇടയായി തീരുന്നവൻ സ്വർഗത്തിലെ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ ദൈവം എന്നെ അറിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ഈ ക്ലാസ്സിൽ പറയുകയാണ്, നമ്മെ ശ്രദ്ധിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിട്ട് ഒന്നും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. ഇവിടെ പറയുന്ന എന്താണ്? അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ബെന്യാമീൻ ഗോത്രത്തിൽ ഈശിൻ്റെ മകനായ ശൗലിനെ നമുക്കറിയാം 40 ആണ്ടേക്കാണ് അവിടെ വാഴിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവനെ മാറ്റുക, അവനെ നീക്കുക, കൊള്ളാവുന്നവനെ മുൻപോട്ട് കൊണ്ടുവരിക. ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ആശിക്കുന്നത്? നമ്മളുടെ ജീവിതം വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉള്ളതായി തീരുവാനിടയായി തീരണം. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിനെ യേശു എന്ന രക്ഷകനെ കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അവിടെ ഒരു രക്ഷകനെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു രക്ഷകനെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു രക്ഷകനെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ തന്നെ അത് ഉദിക്കണം, നമ്മുടെ ഹൃദയത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളണം, നമ്മിൽ തന്നെ അത് കാണുവാനിടയായി തീരണം, നമ്മൾ അതിനെ ഉയർത്തുവാൻ കൊണ്ടും സംഗതിയായി തീരണം. ഇവിടെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവൻ്റെ വരവിന് മുൻപേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ, നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു? ഞാൻ മശികയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ കാലിലെ ചേരിപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ.
താഴ്മയുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നന്മ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. താഴ്മ ധരിക്കുന്നവരാകണം. ഞാനാണ് എല്ലാറ്റിനും മതിയായവൻ, എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നുള്ളതായിരിക്കുന്ന ചിന്തയല്ല നമ്മെ ഭരിക്കേണ്ടത്. നമുക്ക് താഴ്മയാണ്. ഞാനല്ല, എന്നിലും വലിയവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവൻ സ്വയം താഴ്ത്തപ്പെടുവാൻ തക്കൊണ്ടും ഇടയായിത്തീരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയായാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരാജയപ്പെടുകയില്ല. ദൈവം വിജയത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നന്മയുടെ കൊടി നമുക്ക് മുൻപിൽ പിടിക്കും. ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ, അവൻ നമ്മുടെ വലങ്കരത്തിന് പിടിക്കും. ആ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വലങ്കരത്തിൻ്റെ പിടി അമർച്ചയുടെ പിടിയാണ്, അത് അനുഗ്രഹത്തിൻ്റെ പിടിയാണ്. അവിടെ പതറുവാൻ ഇടയാകരുത്, അവിടെ ക്ഷീണിപ്പാൻ ഇടയാകരുത്. അവിടെ അനുഗ്രഹങ്ങളുടെ നന്മ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇത് ജീവിതത്തിൻ്റെ പ്രത്യാശയായി, ജീവിതത്തിൻ്റെ ഭാഗമായി എടുക്കുവാൻ തക്കവണ്ണവും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മാതൃകയോടെ ജീവിച്ച ദൈവഭക്തനായ ദാവീദ് പാപത്തോടുള്ള പോരാട്ടത്തിൽ തോറ്റു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എവിടെ കാണുവാൻ കഴിയുന്നുണ്ട്? 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലും ആയിരിക്കുന്ന സ്ഥാനത്തും ഈ വേദഭാഗങ്ങൾ എടുത്ത് നോക്കിക്കൊള്ളുക. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ ദയ കാണിക്കുന്ന ദാവീദിനെ കാണുന്നെങ്കിൽ അത് ഏറ്റവും ദൈവമായുള്ളായിരിക്കുന്ന ബന്ധത്തെ വിച്ഛേദിക്കുന്ന കാര്യമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ആരാണ്? ദൈവം മഹിമാധനനാണ്. ദൈവം ആരാണ്? ഉയർച്ചയിൽ വസിക്കുന്നവരാണ്. ദൈവം ആരാണ്? ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്. ഓരോ വ്യക്തിയും ആരെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നവനാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, പിശാചിൻ്റെ സ്ഥാനത്ത് നിന്ന് ക്രൂരത കാണിക്കുക എന്നത് ഒരു ദൈവ പൈതലിന് യോജിച്ചതായിരിക്കുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ താഴ്മ വേണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ വേണം, അനുഗ്രഹം വേണം. നമുക്ക് ഈ വിധമായിരിക്കുന്ന കാര്യങ്ങൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരാണ്? പാപികളാണ്, പാപത്തിനടിമപ്പെട്ടവരാണ്, ക്രിസ്തീയ ജീവിതത്തിൽ തോറ്റവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെത്താൻ സൂക്ഷിക്കുന്നു, അവൻ സൂക്ഷ്മതയുള്ളവനാണ്. എന്താണ് കാരണം? അവൻ ജനിച്ചത് ആരിൽ നിന്നാണ്? കേവലം മനുഷ്യരുടേതായിരിക്കുന്ന പ്രത്യേകതയിലല്ല, നേതാക്കന്മാരുടെ പ്രത്യേകതയിലല്ല, പുരോഹിതന്മാരുടെ പ്രത്യേകതയിലല്ല, സർവവല്ലഭനും നിത്യനുമായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി സൂക്ഷ്മതയോടെ കാണിക്കുന്നവനായിരിക്കണം. അത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. സൂക്ഷ്മതയോടെ ജീവിതം നയിപ്പാൻ നമ്മളുടെ ജീവിതം വലിയവനായിരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. എത്ര ആത്മീകരായ വിശ്വാസികളും സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാം തന്നെ സ്വയം ആത്മീയരെന്ന് നടിക്കുമ്പോൾ, നാം തന്നെ മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം സൂക്ഷ്മതയോടെയാണോ മുൻപോട്ട് പോകുന്നത്? അതാണോ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം രംഗങ്ങളിൽ, ഏതെല്ലാം ഭാഗങ്ങളിൽ കടന്നു പോകേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ടായാലും നമ്മൾ ആരെന്നുള്ള ചിന്ത വിട്ട് മാറുവാൻ തക്കൊണ്ടും ഇടയായി തീരരുത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അലസത പാപത്തിലേക്ക് നയിക്കുവാൻ തക്കൊണ്ടും ഇടയായിത്തീരുന്നു. ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ പൈതലായി തീർന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യരുത്? അലസനായി തീരരുത്. ക്രിസ്തീയ ജീവിതത്തിൽ
സൂക്ഷ്മതക്കുറവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്നെ ആര് വിളിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാക്കുവാൻ അവൻ ശക്തനാണ്. ആ ശക്തിയുടെ പ്രത്യേകത, ആ നന്മയുടെ പ്രത്യേകത നമ്മെ ആത്മീയ നന്മയിലേക്ക് വളർത്തുവാൻ കൊണ്ടുമിടയാകും. അതിൽ നിന്ന് പിന്മാറുവാൻ ഇടയായി തീർന്നാൽ ആത്മീയ അപകടത്തിലേക്ക് നമ്മെ നയിക്കും. തീർച്ചയായിട്ടും അവിടെ വലിയൊരു വീഴ്ച നമുക്ക് ഉണ്ടാകുവാൻ കൊണ്ടും സംഗതിയായിത്തീരും. അങ്ങനെ വീണു പോകുവാൻ ഇടയായി തീരാതെ ദൈവത്തിൻ്റെ നന്മയിൽ നമ്മെ നിലനിർത്തുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇല്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് മാറുവാൻ കൊണ്ടവും സംഗതിയായിത്തീരും. യൂദയുടെ പുസ്തകം 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആത്യന്തികമായി കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ വായിക്കുന്നത്? വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവനായി നിർത്തുവാൻ ശക്തനായ ദൈവം. നോക്കിക്കേ, എത്ര ശക്തിയാണ് ദൈവത്തിനുള്ളത്! എങ്ങനെയാണ് ഒരു ദൈവപൈതലിനെ സൂക്ഷിക്കുന്നത്? വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു. ആ ആത്യന്തികമായിരിക്കുന്ന നന്മ തരുവാൻ ഈ ലോകത്തിൽ ഒരുത്തർക്കും സാധ്യമല്ല. ഒരുത്തർക്കും അതിന് ഇടയായിത്തീരുന്നില്ല. അതിന് കഴിയുന്നവൻ ഒരുവൻ മാത്രം. ആരാണ്? സർവശക്തനും നിത്യനുമായിരിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിന് മാത്രമേ അത് സാധിക്കൂ. അവൻ നമ്മെ സൂക്ഷിക്കുന്നു. ആ സൂക്ഷ്മതയിൽ ഭംഗങ്ങൾ ഒന്നും വരുവാൻ്റെ കൊണ്ടും ഇടയായി തീർന്നിട്ടില്ല. വചനത്താൽ സൂക്ഷിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നു, നടപ്പിൽ സൂക്ഷിക്കുന്നു, പ്രവൃത്തിയിൽ സൂക്ഷിക്കുന്നു. ഇങ്ങനെ പലവിധമായിരിക്കുന്ന കാര്യങ്ങളിൽ അവൻ നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ആശ്രയം വയ്ക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിലെ ആശ്രയം വയ്ക്കുന്നത് സർവശക്തനും നിത്യനുമായിരിക്കുന്ന കർത്താവിലായിരിക്കണം എന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ യാതൊരുവിധമായിരിക്കുന്ന അലസതയും യാതൊരുവിധമായിരിക്കുന്ന പ്രത്യാഘാതവും ഉണ്ടാകുവാൻ ഇടയാകാതെ ദൈവത്തിൻ്റെ നന്മയിൽ മാത്രം ആശ്രയിച്ച് ജീവിതം മുൻപോട്ട് നയിപ്പാൻ കൊണ്ടും ഇടയായി തീരേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. സർവശക്തനായിരിക്കുന്ന കർത്താവിൽ ആശ്രയം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും അപ്രകാരം തന്നെ ആയിരിക്കാൻ ദൈവമായിരിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. അതിന് വേണ്ടതായിരിക്കുന്ന കൃപ തരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് കടന്നു വരാം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. അവിടെ എന്താണ് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം ഓർപ്പിക്കുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവൻ അമോന്യദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചു. നമ്മെ എവിടെയാണ് ദൈവമാക്കിയിരിക്കുന്നത് അവിടെ വിശ്വസ്തയോടുകൂടി പെരുമാറുവാൻ നിൽക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. എവിടെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്? വേല ചെയ്യുവാനുള്ള കാലം അലസരായി സ്വന്തം സ്ഥലങ്ങളിൽ അത് കറങ്ങരുത്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ട കാലം ദാവീദ് യെരുശലേമിൽ തന്നെ താമസിച്ചു. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമായി തീരുന്നത് ഇന്ന് നാട് ഉടനീളെ വേലക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടും വേലയുടേതായിരിക്കുന്ന പ്രത്യേകത ഞാൻ പുലർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോകുന്നത് ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ വിശ്വാസികളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരാണ്? ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുന്നവർ ആകണം. ദാവീദ് അതിന് ഉത്തമ ഉദാഹരണം നമുക്ക് കാട്ടിത്തരുവാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലാണ്. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഒരു നാൾ
സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ചു, ആ സ്ത്രീയെപ്പറ്റി അന്വേഷിച്ചു. തുടർന്ന് താഴോട്ട് നമുക്കറിയാം അവിടെയാണ് പരാജയം സംഭവിപ്പാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്യണം. ആ നിയമം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്ന നിയമമായിരിക്കണം. ഇയ്യോബ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. ആകാത്തവയെ നോക്കുവാൻ, ആകാത്തവയിലേക്ക് പോകുവാൻ നമുക്കിടയാകരുത്. അങ്ങനെയായാൽ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടും. ആകാത്ത വഴിയിൽ നടന്നാൽ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടും. ആകാത്തവയെ കണ്ടാൽ നമ്മളതിൽ ശ്രദ്ധ പതിച്ചാൽ തീർച്ചയായിട്ടും ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടും. ക്രിസ്ത്യ ജീവിതം പരാജയത്തിൻ്റേതല്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യ ജീവിതം വിജയത്തിൻ്റേതാണ്. ക്രിസ്ത്യ ജീവിതം വിജയത്തിൻ്റേതായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. ജാഗ്രത നഷ്ടപ്പെടുത്തരുത്. ദാവീദ് തൻ്റെ ജാഗ്രത നഷ്ടപ്പെടുത്തി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് കാരണം? അലസതയുടെ ഉലാവിൽ മുഴുകി ഈ രംഗത്ത് അല്പം മദ്യപിക്കാൻ, ഒരു കൊച്ചുവീടി വലിക്കുവാൻ, ഇങ്ങനെ പലതിനും പ്രേരിതരായി തീരുന്ന അനവധി പ്രിയപ്പെട്ടവർ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നന്മകളുടെ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്നവരുണ്ട് എന്നുള്ളത് സംശയമില്ലാതെ പറയുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മെ തന്നെ നോക്കുന്നവൻ, ഹൃദയത്തെ അറിയുന്നവൻ, ആ ദൈവം നമ്മെ നോക്കുന്നു. നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? നമ്മുടെ നോട്ടം ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്കായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ നോട്ടം എങ്ങോട്ടാണ്? ദാവീദ് നോക്കിയതുപോലെ ആ മാളിക മുറിയുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാണുന്നതായിരിക്കുന്ന ആ കാഴ്ചയല്ല. നമ്മുടെ നോട്ടം സഹായം വരുന്ന പർവ്വതത്തിലേക്കായിരിക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാകുന്നു. അതായിരിക്കണം വിശ്വാസികളുടെ പ്രത്യേകമായിരിക്കുന്ന നടപ്പ്, പ്രത്യേകമായിരിക്കുന്ന രീതി. ആ പ്രത്യേകമായിരിക്കുന്ന നോട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുകയില്ല? ഉത്സാഹത്തിൽ മടുപ്പ് കാണിക്കയില്ല എന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന സംഗതിയാണ്. ഈ ക്ലാസ്സിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. അത് ഓർക്കുവാനും അത് ചിന്തിപ്പാനും തക്കൊണ്ടും ഇടയായിത്തീർന്നാൽ സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മൂന്നാമതായിട്ട് കാണുന്നത്, ഉത്സാഹത്തിൽ മടുപ്പുള്ളവരായി തീരരുത്. ഉത്സാഹത്തിൽ മടുപ്പുള്ളവരായി തീരരുത്. നമുക്ക് നോക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? 11-ാം വാക്യം പറയുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. എത്ര നല്ലൊരു ആഹ്വാനമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ കൊണ്ടും ഇടയായിത്തീർന്നത്. നമ്മുടെ കേൾക്കുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ആരെ സേവിക്കണം? നമ്മുടെ കർത്താവിനെ സേവിക്കണം. ലോക അധിപന്മാരെ അല്ല, രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ല, മാത്രമല്ല രാജകീയമായിരിക്കുന്ന ഏതെങ്കിലും പ്രൗഢിയും പുരോഗമനവും നമ്മൾക്ക് തരാം എന്ന് പറയുന്നതായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ അല്ല. പിന്നെ ആരെയാണ്? സകലത്തിൻ്റെയും ഉടയവനും അതിൻ്റെ കാരണഭൂതനുമായിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെ, കർത്താവിനെ തന്നെ സേവിക്കണം. അതിനെന്ത് ചെയ്യണം? ഉത്സാഹത്തിൽ മടുപ്പ് കാണിക്കരുത്. ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ ഉത്സാഹമുണ്ടോ? ക്രിസ്ത്യ ജീവിതത്തിൽ ഏതെങ്കിലും വിധമായിരിക്കുന്ന നന്മയുണ്ടോ? വളർച്ചയുണ്ടോ? ഒന്ന് ചിന്തിക്കുക. ഞായറാഴ്ചയുടെ പകൽക്കാലം ഒന്ന് വന്ന് തലകാട്ടി വല്ല വിധേനയും ഇരുപത്താഴം കഴിഞ്ഞ് വേദപുസ്തകത്തിൻ്റെ മൂലയ്ക്ക് പിടിച്ച് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിപ്പോകുന്ന ഒരു സമ്പ്രദായം പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെയും, ഉത്സാഹത്തിൽ മടുപ്പ്
കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ നീ പാപത്തിനടിമയായി തീർന്നു എന്നതാണ് അതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ വായിച്ചത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി വലിയവനായിരിക്കുന്ന കർത്താവിനെ സേവിക്കണം. നമ്മുടെ ആത്മാവ് നമുക്ക് തന്നത് നമ്മുടെ കർത്താവാണ്. സ്വർഗത്തിലെ ദൈവം ആ ആത്മാവ് നമ്മുടെ മേൽ തന്നു എന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായി തീരുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അതിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ തന്നെ സേവിക്കണം. യിരെമ്യാ പ്രവചനം 48-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാണ്? അവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവത്തിൽ അവന് പ്രസാദമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെന്ന് വായ്കൊണ്ട് പറയുവാൻ മാത്രം ഇടയായി തീരുന്നുവെങ്കിൽ ദൈവത്തിൽ അവന് പ്രസാദമില്ല. അവൻ ആരാണ്? അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെതായിരിക്കുന്ന പടുകുഴിയിലേക്ക് നീങ്ങുവാൻ ഇടയായി തീരാതെ നന്മയുടെ അനുഗ്രഹീതമായിരിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് നീങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുകയും അതിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ തന്ന് നമ്മെ പരിപാലിക്കുകയും ചെയ്യേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാൽവറി മിനിസ്ട്രിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസ് അനുഗ്രഹത്തിന് കാരണമായി ഭവിപ്പാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഇടയായി തീരട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരു ഭാഗം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾക്ക് പ്രചോദനം തന്ന് നമ്മെ ഉണർത്തുകയും ചെയ്യട്ടെ. ഈ മിനിസ്ട്രിയിലൂടെ അനവധി പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുവാനും ഇത് ചിന്തിപ്പാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പല ജീവിതാനുഭവങ്ങളിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ചില ഉദാഹരണങ്ങളും അനുഭവങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ അഭിപ്രായപ്പെട്ടു പോകാനല്ല, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ അതിലൂടെ ഇടയാകട്ടെ. എൻ്റെ ജീവിതം പരാജയത്തിലാണോ വിജയത്തിലാണോ എന്നുള്ളത് നാം തന്നെ ഒന്ന് പരിശോധിച്ച്, പരാജയമാണെങ്കിൽ ദൈവസന്നിധിയിൽ അതിനെ പരിഹാരമൊരുക്കി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് വിജയത്തിലേക്ക് നടന്നു നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗാനം ആലപിച്ച പ്രിയ മകളോടും ദൈവവചനം സംസാരിച്ച പ്രിയ കർത്താവിൻ്റെ ദാസനോടുമുള്ള അകമഴിഞ്ഞ നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അടുത്ത ആഴ്ച ഈ ക്ലാസ്സിൻ്റെ 2ാമത്തെ ഭാഗം നമുക്ക് കേൾക്കാനായിട്ടിടയാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കാൽവറിനാഥം മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലായ സന്തോഷ് കാൽവറിനാഥം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ എല്ലാ പ്രോഗ്രാമുകളും, ഇതുമാത്രമല്ല പലവിധമായ ശുശ്രൂഷകൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാത്രമല്ല അനേകർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുവാനും വലിയവനായ ദൈവം ഇടയാകട്ടെ. ഈ മിനിസ്ട്രിയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവനാമത്തിന് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയതല പിതാവേ, ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അനുഗ്രഹീതമായൊരു ഗാനത്തോടുകൂടെയും അതുപോലെ ശ്രേഷ്ഠമായ അവിടുത്തെ വചന ചിന്തകളോടുകൂടെ വചന പഠനത്തോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാക്കിയതിനായിട്ട് സ്തോത്രം. എല്ലാ അനുകൂല ചുറ്റുപാടുകളും ഞങ്ങൾക്ക് നൽകിയതിനാടങ്ങെ സ്തുതിക്കുന്നു. വചനം പഠിപ്പിക്കുവാനടുത്ത ദാസന് കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം. ഗാനമാലപിപ്പാൻ പ്രിയമകൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഇനി കേൾക്കുവാൻ പോകുന്ന അനേകരോടും വലിയവനായ ദൈവത്തിൻ്റെ വലിയ കൃപ പകരണമേ. യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിയുവാനും യഥാർത്ഥമായിട്ട് കർത്താവിലേക്ക് മടങ്ങി വരുവാനും ഈ പഠനം ഒരു മുഖാന്തരമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിലും വീണ്ടും ഞങ്ങൾ കണ്ടെത്തുന്നതുവരെ കർത്താവിൻ്റെ ഉള്ളങ്കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണം. വചനം പഠിച്ച് അനുസരിച്ച് അത് അംഗീകരിച്ച് യഥാർത്ഥ ദൈവ പൈതലായി ജീവിതം കർത്താവിന് മുമ്പിലായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. തന്നെല്ലാ നന്മകൾക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.